മലയാളിക്ക് ഉപദേശം ആവശ്യമുണ്ടോ എന്നാണ് ഈ സെഷന് പേരിട്ടിരിക്കുന്നത്. ആ ഒരു സെഷനിൽ എന്നെ വിളിച്ചത് എന്തിനാണെന്നുള്ളത് എനിക്ക് വലിയ ഈ നാട്ടിലെ പ്രധാന ഉപദേശി എന്ന നിലയിൽ ആയിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഏതായാലും സഹ ഉപദേശി കൂടെയുണ്ട്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ, ഈ ഒരു വിഷയത്തിൽ എൻ്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സെഷൻ തന്നെ പെട്ടെന്ന് തീർന്നു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് ഏറ്റവും അവസാനം പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ സമൂഹം എന്നല്ല, ലോകത്തിലൊരു സമൂഹവും ഒരു മനുഷ്യനും ആഗ്രഹിക്കാത്തതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യമാണ് ഉപദേശം. ലോകത്ത് ചെയ്തിട്ട് വലിയ പ്രയോജനം തീരെയില്ലാത്തതുമായ ഒരു പ്രവൃത്തിയാണ് ഈ ഉപദേശം. അപ്പോൾ അതുകൊണ്ട് മലയാളിക്ക് ഉപദേശം ആവശ്യമില്ല എന്ന എൻ്റെ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം വ്യക്തമാക്കുകയാണ്. തുടർന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ സഹപ്രവർത്തക അതിന് വിശദാംശങ്ങളിലേക്ക് കടക്കും. താങ്ക് യു. ആദ്യം തന്നെ വലിയൊരു സന്തോഷം, എൻ്റെ വിശുദ്ധ ഭ്രാന്തൻ്റെ വഴിത്താരകൾ എന്ന 3ാമത്തെ പുസ്തകം മാതൃഭൂമിയിലൂടെ ഇന്ന് പ്രകാശിതമായതിൽ സന്തോഷ് ജോർജ് കുളങ്ങര അതിനെ പ്രകാശിപ്പിച്ചതിലും ഏറെ സന്തോഷം. ഈസ്റ്റ് ഭൂട്ടാനിലൂടെ മൊഴിയില്ലാതെ വഴിയില്ലാതെ, ഞാൻ നല്ല പാലക്കാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ വട്ടത്തിരിഞ്ഞ് നടന്ന, തേരാപ്പാര നടന്ന, അലഞ്ഞു തിരിഞ്ഞ് നടന്ന, ഉന്മാദം പൂണ്ട് ഭ്രാന്തിയെ പോലെ ഞാൻ നടന്ന ഒരു വലിയ കാലയളവിൻ്റെ ആവിഷ്കാരമാണ് ഈ പുസ്തകം. വലിയ കാഴ്ചകളില്ല, മനുഷ്യനിർമ്മിതമായ വലിയ വലിയ നിർമ്മിതികളില്ല, വലിയ എടുപ്പുകളില്ല, ചരിത്രത്തിൻ്റെ പേടകത്തിൽ അടച്ചു വെച്ച, ചായം തേച്ച അസത്യമോ സത്യമോ ആയിട്ടുള്ള കാര്യങ്ങളില്ല. ഒരു സ്ത്രീ, അവൾക്ക് തീരെ ഭാഷ അറിയാത്ത ഒരു പ്രദേശത്തുകൂടെ അവിടുത്തെ ഒരു നാഗരിക യുവാവിനോടും ബ്രോക്പ ഗോത്രവംശജനായ വേറൊരു യുവാവിനോടൊപ്പം നടന്നും തളർന്നും പാടിയും ആടിയും കഥ പറഞ്ഞും ചിരിച്ചും എനിക്ക് തീരെ പരിചിതമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ചും ആരുടെയൊക്കെയോ കോലായിൽ ഉറങ്ങിയും തുടർന്ന യാത്രകളാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുന്നു. പിന്നെ എനിക്കറിയാം, ഈ നിറഞ്ഞ സദസ്സും ഈ വലിയ കയ്യടിയും എനിക്കുള്ളതല്ല, എൻ്റെ പുസ്തകത്തിനുള്ളതുമല്ല. അത് ഇവിടെ ഇരിക്കുന്ന ആഗോള സഞ്ചാരിയും ആഗോള ആനന്ദം പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്കുള്ളതാണ്. അവസാനം ഒരു ചെറിയ കയ്യടി എനിക്ക് വേണ്ടി ബാക്കി വെക്കണം. വളരെ സന്തോഷം. ഈ ഉപദേശം എന്ന് പറഞ്ഞ ആ ടോപ്പിക് കണ്ടപ്പോൾ തന്നെ ഞാൻ ഒന്ന് ഞെട്ടി. കാരണം ആരും ഉപദേശിക്കുന്നത് ഇഷ്ടമല്ലാത്ത, ഇളകുന്ന കല്ലിൽ ചവിട്ടുക, ഒടിയുന്ന കൊമ്പിൽ തൂങ്ങുക എന്ന് പറയുന്ന ഒരു തരം തെണ്ടി എന്ന് പറയാം എന്നെ. അങ്ങനെ നടക്കുന്ന ഒരുത്തി ഉപദേശം ആവശ്യമോ എന്ന് ചോദിക്കുന്ന ഈ വേദിയിൽ കയറി ഇരിക്കുന്നതിൻ്റെ ഒരു, എനിക്കറിയില്ല, അത് ചിലപ്പോൾ നമ്മൾ പറയില്ലേ കോൺട്രാസ്റ്റ്, ബ്ലൗസസ് ഇടണം സാരിയുടെ കൂടെ എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ചിലപ്പോൾ എന്തെങ്കിലും ആയിരിക്കും. എന്നോട് ഒട്ടും യോജിക്കാത്ത, എൻ്റെ സ്വഭാവത്തിനോട് ഒട്ടും ചേർന്ന് പോകാത്ത ഒരു കാര്യത്തിലേക്ക് എന്നെ കൊണ്ടുവന്നതായിരിക്കാം. എൻ്റെ ഇത് ഞാൻ പറയട്ടെ, മലയാളി എന്നല്ല ഒരു ജനതയും ഉപദേശം കൊണ്ട് നന്നാവുകയോ ഉപദേശമില്ലാത്തത് കൊണ്ട് ചീത്തയാവുകയോ ചെയ്തിട്ടില്ല. ഉപദേശം എന്ന് പറയുമ്പോൾ അതാര് കൊടുക്കുന്നു എന്നതൊരു വലിയ വലിയ ചോദ്യമാണ്. ആരാണ് ഉപദേശം കൊടുക്കുന്നത്? ആരാണ് അതിന് മാത്രം യോഗ്യൻ? അതേത് നിലപാടിൽ നിന്നുകൊണ്ടാണ് അയാളുടെ കാഴ്ചപ്പാടുകളും അതുപോലെ നിലപാടുകളും മറ്റുള്ളവരിലേക്ക് ഉപദേശ രൂപേണ പകരുന്നത് എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ മലയാളി എന്ന് ഞാനും മലയാളി ആയതുകൊണ്ട് എനിക്കും ഉപദേശമൊന്നും തീരെ ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്കാർക്കും ഉപദേശങ്ങൾ ആവശ്യമില്ല. പിന്നെ എന്താണ് ആവശ്യം എന്ന് ചോദിച്ചാൽ, ഒരു യാത്രക്കാരി എന്ന ഒരു അദ്ദേഹവും വലിയൊരു യാത്രക്കാരനാണല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഒരു
വട്ടത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, നമ്മുടെ നാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഒരു കിടപ്പ്, ആ കിടപ്പ് നമ്മിൽ ഉണ്ടാക്കുന്ന കുറേ സമീപനങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെയുണ്ട്. അത് തെറ്റല്ല. നമ്മുടെ പ്രകൃതി നമ്മളെ ഒരുക്കിയിരിക്കുന്ന ചില വഴികളാണത്. കാരണം VR രാമൻ എന്ന എല്ലാവർക്കും അറിയാമായിരിക്കും, അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഓം മണേ പദേ ഹും എന്ന് പറയുന്നത്? ഭൂട്ടാനിൽ പദേ എന്ന് പറഞ്ഞാൽ പത്മമാണ്. നമ്മളെല്ലാം പത്മ എന്ന് പറയുമ്പോൾ പദേ ഹും എന്ന് എന്തുകൊണ്ട് ഭൂട്ടാനിലെ ജനത പറയുന്നു? നന്ദിനി എന്നോട് ചോദിച്ചു. എനിക്കറിയില്ലായിരുന്നു എന്തുകൊണ്ട് അവരങ്ങനെ പറയുന്നു എന്നുള്ളത്. എന്തിനാന്ന് വെച്ചാൽ, ഏത് സമയത്തും തണുത്തുറഞ്ഞു നിൽക്കുന്ന ഒരു ഹിമാലയ പർവ്വത സാമ്രാജ്യം, വായ അധികം തുറന്ന് സംസാരിക്കാറില്ല ആ ജനത. വായ അധികം തുറന്ന് സംസാരിക്കുമ്പോൾ വായ്ക്കകത്തേക്ക് തണുപ്പ് കയറുന്നു, മഞ്ഞിൻ്റെ പൊടി കഷണങ്ങൾ കയറുന്നു, പൊടിപടലങ്ങൾ കയറുന്നു. അതുകൊണ്ട് ഭൂട്ടാൻ ജനതയുടെ ഭാഷ എപ്പോഴും കീഴ്ചുണ്ടിന് താഴെ നിൽക്കുന്നു. അതുകൊണ്ടാണ് പത്മ എന്ന് നമ്മൾ പറയുമ്പോൾ പദേ എന്നവർ പറയുന്നത്. അപ്പോൾ നോക്കൂ, ഒരു മൊഴി പോലും ഒരു ജനതയെ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പുകൊണ്ട് നിർണയിക്കുന്നു എങ്കിൽ നമ്മുടെ എല്ലാം കാഴ്ചപ്പാടുകൾ, സമീപനങ്ങൾ എല്ലാം തന്നെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നോക്കൂ, അതിർത്തിയുണ്ടോ നമുക്ക്? കേരളം അതിർത്തി പങ്കിടുന്നില്ല, ഒരു അയൽ രാജ്യവുമായും അതിർത്തി പങ്കിടുന്നില്ല. നമ്മൾ എത്ര ദൂരെയാണ് ഈ അതിർത്തി എന്ന് പറയുന്നതിൽ നിന്ന്? നമ്മൾ അതിർത്തിയിലെ യുദ്ധം, അതിർത്തിയിലെ മരണം, അതിർത്തിയിലെ പട്ടാളക്കാരൻ, പല സമയത്തും ഈ മരണം ഒഴിച്ച് ബാക്കി രണ്ടും കോമഡി ട്രോളുകൾക്കുള്ള വിഷയമായി മാറുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മുടെ TV-യിലുള്ള ചെറിയ കോമഡി ഷോകളിലും സിനിമകളിലും ഒക്കെ പട്ടാളക്കാരനെ എങ്ങനെയാണ് വരച്ചു വെച്ചിരിക്കുന്നത്? പട്ടാളക്കാരൻ്റെ തള്ള് അല്ലേ? പട്ടാള കഥകളുടെ ഒരു തള്ള്. ഹരീഷ് എന്നൊക്കെ പറഞ്ഞ, എനിക്ക് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം ഓർമ്മ വരുന്നില്ല, അദ്ദേഹത്തിൻ്റെയൊക്കെ പട്ടാളക്കാരെ കുറിച്ചുള്ള ഈ തള്ളു കോമഡി കണ്ട് ചിരിച്ചവർ തന്നെയാണ് നമ്മൾ എല്ലാവരും. എന്തുകൊണ്ട്? രാവിലെ ആടുമേയ്ക്കാൻ പോകുന്ന സ്ത്രീ വൈകിട്ട് വീട്ടിലെത്തിയില്ലെങ്കിൽ അവൾ അതിർത്തി കടത്തപ്പെട്ടു എന്ന ചിന്തയിൽ വീട്ടിൽ ദുഃഖാചരണം നടത്തുകയും മുന്നിൽ കറുത്ത തുണി തൂക്കുകയും ചെയ്ത ഗ്രാമങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പഞ്ചാബിൽ. അവളെക്കുറിച്ച് പിന്നെ അലച്ചിലുകളില്ല, അവളെക്കുറിച്ച് അലയുന്നില്ല, അവളെ തേടി അലയുന്നില്ല. അവൾ അതിർത്തി കടക്കുകയോ കടത്തപ്പെടുകയോ ചെയ്തു എന്ന് പറയുന്ന ആ ഒരു തരം ജീവിത സാഹചര്യം അതിർത്തിയിൽ നിന്ന് ദൂരെ കിടക്കുന്ന നമ്മൾ അറിയുന്നില്ല. നല്ലതാണ്, നന്നായി നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്, നമുക്ക് വളരെ നല്ലത് തന്നെയാണ്. UP-യിലെ ഒരു ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തരുന്നൊരു കാര്യമാണ്. സന്തോഷ് ജോർജ് കുളങ്ങരയെ സംസാരിക്കുവാൻ അനുവദിക്കുക. എല്ലാവർക്കും സന്തോഷം തരുന്നു, എനിക്കും സന്തോഷം തരുന്നു. ഞാൻ ഒരുപാട് കാണുന്ന വ്യക്തിയാണ് TV ചാനൽ. അതുകൊണ്ട് ഉദാരമായി ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങരയെ സംസാരിക്കാൻ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. പിന്നീട് പറയാട്ടോ നമുക്കൊക്കെ. ഇതാരാണ് ഈ കൊലച്ചതി ഇങ്ങോട്ട് എഴുതി കൊടുത്തു വിട്ടത്? ഞാൻ ഈ വിഷയത്തിൽ വിദഗ്ധനല്ലാത്തത് കൊണ്ട് വിദഗ്ധയായ ഒരാളെ സംസാരിക്കാൻ ഏൽപ്പിച്ച് അത് ശ്രദ്ധിക്കുക മാത്രമായിരുന്നു ഞാനിവിടെ. പലപ്പോഴും ഇത്തരം പരിപാടികളിൽ രണ്ടുപേര് ചേർന്ന് ഇത്തരം ആശയം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരാൾ പലപ്പോഴും എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുകയും എനിക്ക് ഉത്തരം പറയാനുള്ള ഒരു വഴി ഒരുക്കി തരികയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇത്തരം പരിപാടികളിൽ പലപ്പോഴും പ്രേക്ഷകരും അല്ലെങ്കിൽ എൻ്റെ സദസ്സിലുള്ള സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ, ഒരു ആശയവിനിമയമൊക്കെയാണ് എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം. ഈ ഒരു വിഷയത്തിൽ ഏതാണ്ട് ഒരു അരമണിക്കൂർ പ്രഭാഷണം നടത്താനുള്ള ഒരു വിവരം എനിക്ക് തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ ഇങ്ങനൊരു കാര്യം അതിൽ വിദഗ്ധയായ ഒരാളെ ഏൽപ്പിച്ചത്. അപ്പോൾ ഏതായാലും നമുക്കറിയാം, ഈ ഉപദേശം എന്നത് നമുക്ക് എക്കാലത്തും ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് പലപ്പോഴും നമ്മുടെ വീടുകളിൽ നിന്നാണ്. രണ്ടാമതായി കിട്ടിയിട്ടുണ്ടാവുക
നമ്മുടെ മതവിശ്വാസങ്ങളുടെ ഭാഗമായിട്ടുമാണ്, അല്ലേ? മതത്തിൻ്റെ ആചാര്യന്മാർ, പുരോഹിതന്മാർ ഒക്കെ നമ്മളെ ഉപദേശിക്കും, നമ്മളെ നേർവഴി നടത്താൻ ശ്രമിക്കും. പിന്നീട് അത് സംഭവിക്കുക സ്കൂളുകളിലാണ്. അധ്യാപകർ പരമ്പരാഗതമായി ചെയ്തു വന്നിരുന്ന ഒരു ശീലമാണ്, ഒരു രീതിയാണ് കുട്ടികളെ ഉപദേശിക്കുക എന്നത്. എന്നാൽ ഈ കുട്ടിത്തം കഴിയുമ്പോൾ ഉപദേശം തുടരുമ്പോഴാണ് അതൊരു അരോചകമായ, അത് ആവശ്യമില്ലാത്ത ഒരു കാര്യമായി നമുക്ക് തോന്നി തുടങ്ങുന്നത്. അവിടെ വെച്ച് ഈ ഉപദേശത്തിനെതിരായി പ്രവർത്തിക്കുക, ജീവിക്കുക എന്നതൊരു വ്രതമായി നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരം ഒരു വിഷയത്തിൽ നമ്മൾ അധികം ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകുന്നതിൽ എനിക്ക് വൈദഗ്ധ്യക്കുറവുണ്ട്. പക്ഷേ എനിക്കൊന്നറിയാം, ഈ ഉപദേശവും നിർദ്ദേശങ്ങളും രണ്ടും രണ്ടാണ്. ഒരു മനുഷ്യൻ സഹജീവിയോട്, സമൂഹത്തോട് എങ്ങനെ പെരുമാറണമെന്നതിന് നിർദ്ദേശങ്ങൾ സമൂഹത്തിൽ ആവശ്യമാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ സഹജീവികളുടെ ജീവിതം നമ്മളേതുപോലെയോ അതിനേക്കാൾ മികച്ചതോ ആയ ഒരു നിലവാരത്തിൽ നിലനിർത്താൻ തീർച്ചയായും സമൂഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ ആവശ്യമുണ്ട്. അതിന് വികസിത നാടുകളും അല്ലാത്ത നാടുകളും ഒക്കെ വിളിക്കുന്ന പേര് സിവിക് സെൻസ് ആണ്, പൗരബോധം എന്നതാണ്. ഈ പൗരബോധമുണ്ടാകാൻ തീർച്ചയായും ആരെങ്കിലുമൊക്കെ അത് ആളുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അത് ചിലപ്പോൾ ചില നാടുകളിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമായി പാഠപുസ്തകങ്ങളിലൂടെ, കരിക്കുലത്തിലൂടെ ഈ പൗരബോധം സമൂഹത്തിലേക്ക് കുട്ടികൾ മുതലുള്ള കുട്ടിയായിരിക്കുന്ന കാലം മുതൽ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അതിനും കഴിയാതെ വരുന്ന നാടുകളിൽ വഴിയിലെ ബോർഡുകളായും ടെലിവിഷൻ ചാനലുകളിലെയും റേഡിയോകളിലെയും പത്രങ്ങളിലെയും ചെറിയ അറിയിപ്പുകളായും ഇതൊക്കെ സമൂഹത്തിലെത്തിക്കൊണ്ടിരിക്കും. എന്തു തന്നെയായാലും സമൂഹം ഒരു നിശ്ചിതമായ രീതിയിൽ, ഒരു കൃത്യമായ വഴികളിലൂടെ സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് ഇടവരുത്താത്ത രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ പൗരബോധത്തിന് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു, എൻ്റെ അടുത്ത് പല ആളുകളും, മുതിർന്ന ചില ആളുകൾ, മുൻ തലമുറയിലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരുടെയൊക്കെ ബാല്യകാലത്ത് സിവിക്സ്, പൗരധർമ്മം എന്നൊരു പാഠഭാഗം സോഷ്യൽ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഒരു പരീക്ഷ വരും, അല്ലെങ്കിൽ ഒരു പാഠപുസ്തകം തന്നെ അത്തരത്തിലുണ്ടായിരുന്നു എന്ന്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക്, പ്രത്യേകിച്ച് എൻ്റെ തലമുറയ്ക്കൊക്കെ ശേഷം വന്ന ആളുകൾക്കൊക്കെ ഈ സിവിക് സെൻസ് അല്ലെങ്കിൽ പൗരബോധം എന്നത് ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമായി പഠിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതാത് സ്കൂളുകളിലെ അവരുടെ ചില ആശയങ്ങളുടെ ഭാഗമായോ അധ്യാപകർ അവർക്ക് തന്നെ ഉണ്ടായ വെളിപാടിൻ്റെ ഭാഗമായോ ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അവിടെ മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. ഈ സിവിക് സെൻസിനെ മനുഷ്യൻ്റെ ജീവിതചര്യയുടെ ഭാഗമാക്കുക, ശീലമാക്കുക എന്നത്. മാധ്യമങ്ങൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തേണ്ട സമയമായിരിക്കുന്നു. അതൊരു ഉപദേശമല്ല, അത് ജീവിതത്തിൻ്റെ പുതിയ കാലഘട്ടത്തിലെ എല്ലാ മനുഷ്യരുടെയും ആഹ്ലാദകരമായ ജീവിതത്തിന് ഏറ്റവും നിർബന്ധമായും അനുശാസിക്കേണ്ട ഒരു കാര്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സമൂഹം, മനുഷ്യർ ചേർന്ന, കുടുംബങ്ങൾ ചേർന്ന സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും നിർദ്ദേശങ്ങളുമായി, അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങളുമായി ആരെങ്കിലും മുന്നിലുണ്ടാവുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതിലേറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് ആദ്യമഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുമാണെങ്കിൽ, രണ്ടാമത്തെ ഘട്ടത്തിൽ അത് ചെയ്യേണ്ടത് മാധ്യമങ്ങളാണ് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഇൻറ്ററാക്റ്റീവായ ഒരു സെഷനിലേക്ക് അധികം താമസിയാതെ കടക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർ, പണ്ട് കാലങ്ങളിൽ ഈ കുട്ടികളൊക്കെ അഭിനയത്തിൽ ആഗ്രഹം കാണിക്കുമ്പോൾ പറയാറുള്ളത് നീ ആര് മമ്മൂട്ടിയോ നീ ആര് മോഹൻലാലോ എന്നൊക്കെയായിരുന്നു. അതുപോലെ ഇപ്പോൾ ഒരു വ്യക്തി ഒരു സഞ്ചി തൂക്കി പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ കേൾക്കുന്ന ഒരു വാക്ക് നീ ആരാ സന്തോഷ് ജോർജ് കുളങ്ങരയാണോ എന്നുള്ളതാണ്. അപ്പോൾ അത്രയും വലിയൊരു ബ്രാൻഡായി മാറി SGK എന്നുള്ളൊരു പേര്. ആദ്യമായി സഞ്ചാരത്തിനിറങ്ങുമ്പോൾ ആ ഒരു സംഭവം സാറ് ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത്രയും വലിയൊരു ബ്രാൻഡായി മാറും എന്നുള്ളത് തീരെ ചിന്തിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ ഇപ്പോൾ വരുന്നതും എപ്പോഴും ജീവിക്കുന്നതും മരങ്ങാട്ടുപള്ളി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ആ നാട്ടുകാർക്ക് ഈ സഞ്ചാരം എന്നൊന്നുമല്ല അതിനാദ്യം ഇട്ടിരുന്ന പേര്. അവരതിന് തെണ്ടി നടക്കുക എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്.
അപ്പോൾ മരങ്ങാട്ടുപള്ളിക്കാർക്ക് സഞ്ചാരത്തിന് തെണ്ടി നടക്കൽ എന്നൊരു വിശേഷണമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 10-15 വർഷം തെണ്ടി നടന്നതിന് ശേഷമാണ് ഞാൻ സഞ്ചാരത്തിൻ്റെ ഗുണഗണങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരാളായിട്ട് മാറിയത്. മാത്രമല്ല, ആദ്യകാലത്ത് മരങ്ങാട്ടുപള്ളിക്കാർ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ടെലിവിഷൻ ചാനലുകളിൽ ഈ പരിപാടിയായിട്ട് ചെല്ലുമ്പോൾ പോലും ആളുകൾക്ക് ഇത് ആവശ്യമില്ലാത്തൊരു പരിപാടിയും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലാത്തൊരു പരിപാടിയും തന്നെയായിരുന്നു. ലോകരാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് ഒരു മനുഷ്യൻ നിരന്തരമായി എല്ലാ ആഴ്ചയും ഓരോ എപ്പിസോഡ് പ്രോഗ്രാം ഒരു ചാനലിൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തക്ക മണ്ടന്മാരായിരുന്നില്ല അക്കാലത്തെ ചാനലുകൾ. അതുകൊണ്ട് തന്നെ 4-5 വർഷം ഇത് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ നിരന്തരം സഞ്ചരിക്കേണ്ടി വന്നു. ആ സഞ്ചാരം വലിയ പ്രതിസന്ധികളിലേക്കും സാമ്പത്തിക ബാധ്യതകളിലേക്കും ഒക്കെ എന്നെ എത്തിച്ചെങ്കിലും മരങ്ങാട്ടുപള്ളി എന്ന് പറയുന്ന ഈ ഗ്രാമത്തോട് എനിക്ക് നന്ദിയുള്ളത്, ഞാനിങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് നാട്ടുകാരറിയുകയും ഈ തെണ്ടി നടക്കലിലെ വലിയൊരു ഗുണത്തിൽ അവസാനിക്കുമെന്ന് ഞാൻ അവരെയൊക്കെ ബോധവൽക്കരിക്കുകയും ചെയ്തതുകൊണ്ട് എനിക്കത് ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റാത്ത സ്ഥിതിയിലായിപ്പോയി. ഏതെങ്കിലും ഒരു ചാനൽ ഇത് ഒരു എപ്പിസോഡെങ്കിലും ടെലികാസ്റ്റ് ചെയ്തില്ലെങ്കിൽ തിരിച്ച് മരങ്ങാട്ടുപള്ളി എന്ന ഗ്രാമത്തിൽ കയറാൻ പറ്റാത്ത സ്ഥിതിയായി. കാരണം എല്ലാവരും നമ്മളെ അറിയും, ഒരു ഗ്രാമത്തിൽ എങ്ങനെയാണ്. ഞാൻ എറണാകുളം സിറ്റിയിലോ മറ്റോ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ത് പണിയെടുക്കുന്നതെന്ന് ആരും അറിയില്ലായിരുന്നു. എനിക്ക് എപ്പോൾ വേണേലും അത് നിർത്തിയിട്ട് പോകാമായിരുന്നു. പക്ഷേ എൻ്റെ ഗ്രാമത്തിലായതുകൊണ്ട് തുടങ്ങിയും പോയി ഒട്ട് നിർത്താനും വയ്യാത്ത അവസ്ഥയിലായി. അതുകൊണ്ട് 4-5 വർഷം വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച്, വലിയ സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിച്ച് അത് തുടരേണ്ടി വന്നു. പിന്നീട് ഏഷ്യാനെറ്റ് അത് സംപ്രേഷണം ചെയ്യാൻ തയ്യാറായി വന്നു. സംപ്രേഷണം ചെയ്യുമ്പോഴുള്ള വ്യവസ്ഥകളും വ്യത്യസ്തമായിരുന്നു. അതൊക്കെ വേറെ കഥകളാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് എന്ത് തന്നെ വ്യവസ്ഥകളായിരുന്നെങ്കിലും ഒരു ചാനലിൽ, ഏഷ്യാനെറ്റ് എന്നൊരു ചാനലിൽ സഞ്ചാരം എന്നൊരു പരിപാടി വന്നു തുടങ്ങുമ്പോൾ തീർച്ചയായും അതിൻ്റെ സാമ്പത്തിക നേട്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിലും ഇന്നത്തെ സന്തോഷ് ജോർജ് കുളങ്ങരയെ രൂപപ്പെടുത്തുന്നതിൽ, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ തരുന്ന കയ്യടികൾക്കൊക്കെ കാരണമാകുന്നതിൽ ആ ചാനലിൻ്റെ ക്യാൻവാസ് സഹായിച്ചിട്ടുണ്ട്. അതാണ് അടിസ്ഥാനം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ചാരം നടത്തിയതുകൊണ്ട് മാത്രം ഒരാൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടാകുന്നില്ല. ആ സഞ്ചാരം പ്രോപ്പറായ മാധ്യമത്തിലൂടെ ആളുകളിലേക്ക് എത്തുകയും അവരെ സ്വാധീനിക്കുകയും അവരുടെ മനസ്സിൽ ആഗ്രഹങ്ങളും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ യാത്രയ്ക്കുള്ള കൊതിയും ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് അതൊരു ഈ പറഞ്ഞ പോലെ ഒരു ജനസമൂഹത്തിൻ്റെ വികാരമായിട്ട് മാറുന്നത്. സാർ, എൻ്റെ പേര് നന്ദു. ഞാൻ സ്ഥിരമായിട്ട് സഞ്ചാരവും അതുപോലെ ഡയറി കുറിപ്പുകളും കാണുന്ന ഒരാളാണ്. അപ്പോൾ പലപ്പോഴും താങ്കളുടെ ഫുൾ ലെങ്ത് വീഡിയോസിൽ കാണുന്ന ചില ഭാഗങ്ങൾ ഷോർട്സ് ആയിട്ട് യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടും വരാറുണ്ട്. അപ്പം അത് ചില മതവിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികൾക്കോ, പ്രത്യേകിച്ച് ഭരണവർഗമോ ആരോ ആയിക്കോട്ടെ, അവർക്കൊക്കെ ചില രീതിയിൽ അത് കൊള്ളുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ പലപ്പോഴും നിങ്ങൾ ഒരു ഉപദേശിക്കാനുള്ള ഒരാളല്ല, നിങ്ങൾ ഈ കാര്യങ്ങൾ പറയാനുള്ള ഒരാളല്ല എന്നുള്ള പല വീഡിയോസും മറുപടികളായിട്ട് നമ്മൾ കാണാറുണ്ട്. സാറ് പ്രതീക്ഷിച്ചിരുന്നോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ വീഡിയോ എന്ന് ഇതൊക്കെ സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നോ? അല്ലെങ്കിൽ ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ സാർ എന്തുകൊണ്ട് എങ്ങനെ പ്രതികരിക്കാതെ സാറിന് റിപ്ലൈ കൊടുക്കാതിരിക്കാൻ എങ്ങനെ പറ്റുന്നു കാമായിട്ട്? ഈ മത നേതാക്കന്മാരൊക്കെ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളുടെ ചില കഷ്ണങ്ങൾ വെച്ചിട്ട് വിമർശിക്കുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് പ്രധാനമായിട്ടും. അപ്പം ഞാൻ വിശ്വസിച്ചിരുന്നത് ഈ മത നേതാക്കന്മാർക്ക് ദൈവത്തിൻ്റെ ശക്തിയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടെന്ന് തന്നെയാണ് ഞാനിത് പറയുമ്പോൾ. കാരണം മതവിശ്വാസിയായ ഒരാൾ അല്ലെങ്കിൽ ഈശ്വരവിശ്വാസിയായ ഒരാൾ ചിന്തിക്കുക ഈശ്വരൻ അസാധ്യമായി യാതൊന്നും ഇല്ലെന്ന് തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ കാര്യവും ഈശ്വരൻ അറിഞ്ഞു നടക്കുന്നു എന്നാണ്. സന്തോഷ് ജോർജ് കുളങ്ങര എന്തു പറയണമെന്ന് പോലും തീരുമാനിക്കുന്നത് ദൈവമാണെന്നാണ് അവർ വിശ്വസിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിച്ചത് ആരാണ്? സർവശക്തനായ ദൈവം തന്നെയാണ്. ആ ദൈവത്തെ അവരെന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? എൻ്റെ ചോദ്യം സഞ്ചാരിയായ ഉപദേശം ഇഷ്ടമില്ലാത്ത സാറിനോട്, സാർ ഇത്രയും രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ട് മസ്റ്റ് വിസിറ്റായിട്ട് പോകാനൊരു രാജ്യം സാറിന് പറയാൻ പറ്റുമോ? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ഇത്രയും രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് നമ്മുടെ രാജ്യത്തോട് ആ കമ്പയർ ചെയ്യുമ്പോൾ സാറിന് തോന്നിയ വിചാരങ്ങൾ എന്താണ്? കാരണം ഞാൻ ഇടയ്ക്ക് ഒരു 3-4 രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് കേരളത്തോടും എൻ്റെ രാജ്യത്തോടും ഒരുപാട് വിഷമവും വേദനയും തോന്നിയ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, അതായത് ആ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഈ രാജ്യത്ത് ജനിച്ച രാജ്യം എന്നെങ്കിലും അങ്ങനെ ആകുമോ എന്നൊരു തോന്നൽ സാറിനുണ്ടായിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്, മസ്റ്റ് വിസിറ്റായിട്ട് പോകേണ്ട ഒരു രാജ്യം ഏതെന്ന് സാറിന് പറയാൻ പറ്റും?
മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള രാജ്യം പോവേണ്ടതല്ല, നമ്മൾ സഞ്ചരിക്കേണ്ടതാണ്. അത് നമ്മുടെ ഈ നാട് തന്നെയാണ്, ഇന്ത്യ തന്നെയാണ്. കാരണം ഒരു അത്ഭുത നാട് തന്നെയാണ്. അതിന് ഒത്തിരി കുഴപ്പങ്ങളുണ്ട്, കുറവുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്. ഈ കുഴപ്പങ്ങളും കുറവുകളും ശക്തികളും ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ യാത്രയ്ക്ക് വേറൊരു മാനം കൈവരുമെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ കാണാത്ത ഒരാൾ ഇന്ത്യ കാണാൻ തന്നെ ആദ്യം ഇറങ്ങി പുറപ്പെടണം. ഇന്ത്യ അത്ഭുതങ്ങളുടെ ഒരു നാട് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ ഭാഗവും ഈ പറഞ്ഞതിൻ്റെ ഉത്തരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നമുക്ക് അറിയാം നമ്മളുടെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വീഡിയോ വരുമ്പോൾ അവിടെ ഏറ്റവും ക്രിട്ടിക്കലായി നമ്മുടെ നാട്ടിലെ ആ പ്രശ്നങ്ങളെയൊക്കെ ഓരോ സാധാരണക്കാരനും വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാത്തവരല്ല കേരളത്തിലെയും ഇന്ത്യയിലെയും ജനസമൂഹം. നമുക്കറിയാം, നമ്മൾക്ക് ഇന്ന് ലോകത്തെ ഏത് രാജ്യത്തിൻ്റെയും നിലവാരം അറിയാൻ, അവിടുത്തെ സംവിധാനങ്ങൾ എങ്ങനെയാണെന്നറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. യൂട്യൂബിൽ നമ്മൾ ആ രാജ്യത്തിൻ്റെ പേര്, ആ രാജ്യത്തെ ഹൈവേ, ആ രാജ്യത്തെ പൊതുഗതാഗതം, അല്ലെങ്കിൽ ആ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിൻ്റെയും കൃത്യമായ ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. അതിൻ്റെ വിവരണങ്ങളോടുകൂടി വേണമെങ്കിൽ, നമ്മുടെ സ്വന്തം ഭാഷയിൽ വേണമെങ്കിൽ, അത് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ, അങ്ങനെ. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുന്ന മനുഷ്യൻ ഈ വ്യത്യാസം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ ഭരണകർത്താക്കൾക്ക് ശരിക്കും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളിലൂടെ ലോകം കാണാൻ കിട്ടിയ പൊതുസമൂഹത്തിൻ്റെ അവസരം വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ പ്രതികരിക്കുന്ന സമൂഹം എങ്ങനെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്? പുതിയ തലമുറ പഴയതുപോലെ തെരുവിലേക്ക് ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചല്ല, പഠനത്തിന് വിസയെടുത്ത് വിദേശത്തേക്ക് പോയിട്ടാണ് ജനം പ്രതികരിക്കുന്നത്. ചെറുപ്പക്കാർ മുഴുവൻ സ്റ്റുഡൻറ്റ് വിസ എടുത്ത് അങ്ങ് ഒഴുകുകയാണ്. അവരുടെ പ്രതികരണ രീതി ഇപ്പോൾ ഇങ്ങനെയാണ്. ഒരു 25 കൊല്ലം മുമ്പ് വരെ യുവാക്കൾ തെരുവിൽ മുദ്രാവാക്യം വിളിച്ച് കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് ഇറങ്ങി സമരം ചെയ്യുകയും പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് യുവതലമുറ നിശബ്ദരാണ്. അവർ ഇന്ത്യ എന്താണെന്നും വിദേശം എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. മനസ്സിലാക്കിയതിന് ശേഷം അവരാഗ്രഹിക്കുന്നു, തീരുമാനിക്കുന്നു, ഞാനിനി എൻ്റെ ശിഷ്ടകാലം ജീവിക്കേണ്ടത് ഏത് നാട്ടിലാണെന്ന്. ആ തീരുമാനം എടുത്തതിൻ്റെ ഫലമായി ഓരോ വർഷവും 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ഇനി എൻ്റെ ജീവിതം ഈ നാട്ടിലല്ല എന്ന് തീരുമാനിച്ച് അങ്ങോട്ട് ഒഴുകുന്നു. ഇതല്ലേ വാസ്തവം. ഞാൻ ഈ പറഞ്ഞതിൽ കോൺട്രവേഴ്സി ഇല്ല, ഇതിനകത്ത് നുണയില്ല, നിങ്ങൾക്കൊക്കെ അറിയുന്ന സത്യം മാത്രമാണ്. സാറേ, അതായത് കൊടുക്കുന്നവന് ഏറ്റവും ഇഷ്ടമുള്ളതും വാങ്ങുന്നവന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സംഗതിയുമാണല്ലോ ഈ ഉപദേശം എന്ന് സാറ് പറഞ്ഞു. സാറ് തന്നെ പറഞ്ഞു, ആദ്യമേ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ പിന്നെ മതപുരോഹിതന്മാരിൽ നിന്ന്, പിന്നെ സ്കൂളിൽ നിന്നൊക്കെയാണ് ആദ്യം ഉപദേശങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഈ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ആ ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വല്ലതും നന്നാവാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ? ഇന്ന് ആ ഉപദേശങ്ങൾ തരുന്ന ആൾക്കാരോട് തോന്നുന്ന മനസ്ഥിതി എന്താണ്? ഉപദേശങ്ങൾ എന്ന് പറയുന്നത് ചിലത് നമുക്ക് പ്രയോജനം ചെയ്യുന്നത് തന്നെയാണ്. അതിനകത്ത് വാസ്തവമുണ്ട്. കാരണം എനിക്ക് ചില കാലഘട്ടങ്ങളിൽ കിട്ടിയ ചില ഉപദേശങ്ങൾ എനിക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ആ ഉപദേശങ്ങൾ പലതും പോസിറ്റീവായിട്ട് ഞാൻ കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഉപദേശങ്ങളെ എല്ലാം തള്ളിക്കളയുന്ന ഒരാളല്ല ഞാൻ. ആര് തന്നാലും ആ ഒരു ഉപദേശം പറയുന്നയാളുടെ സുഖത്തിനപ്പുറം നമ്മൾ വിലയിരുത്തുക, നമുക്കെന്തെങ്കിലും അതിൽ നിന്ന് എടുക്കാനുണ്ടോ, അത് നമ്മളുടെ ഇന്നത്തെ ജീവിതത്തെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെങ്കിൽ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൊതുസമൂഹത്തിനും ജനത്തിനും ഉപദേശം ഇഷ്ടമില്ല എന്നുള്ളൊരു കാര്യം വാസ്തവമാണെങ്കിൽ കൂടി ഉപദേശമെല്ലാം റിജക്റ്റ് ചെയ്യേണ്ടതാണെന്നും ഉപദേശമൊന്നും സ്വീകരിക്കേണ്ടതല്ലെന്നും അഭിപ്രായം എനിക്കില്ല. പല ഉപദേശങ്ങളും പല മഹാന്മാരും പല കാര്യങ്ങളും പറഞ്ഞത് ഒരു ഉപദേശ രൂപേണ നമുക്ക് വേണേൽ സ്വീകരിക്കാം. നമ്മുടെ മാതാപിതാക്കൾ ചില ഘട്ടത്തിൽ നമ്മളോട് പറഞ്ഞത് അവരുടെ ജീവിതാനുഭവത്തിൽ നിന്ന് നമ്മൾ നന്നാകാൻ വേണ്ടി തന്നെ ആയിരിക്കാം, അല്ലാതെ അവരുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണെന്ന് ഞാൻ കരുതുന്നില്ല. നല്ല അധ്യാപകർ ചില കാര്യങ്ങൾ നമ്മളെ ഉപദേശിച്ചത് നമ്മുടെ ജീവിതം കുറേ കൂടെ ബെറ്റർ ആകാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ കാണുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്താൽ ഗുണമുണ്ടാകും തന്നെയാണ് എൻ്റെ വിശ്വാസം, എൻ്റെ അനുഭവവും. സാർ, എൻ്റെ ചോദ്യം, സാർ ആദ്യം സിവിക് സെൻസിനെ കുറിച്ച് പറഞ്ഞു. അതായത് നമുക്ക് നിയമങ്ങൾ അനുസരിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആഗ്രഹം. സാറ് ഇന്ത്യ മൊത്തം സഞ്ചരിച്ച ഒരു യാത്രക്കാരനാണ്. സാർ, ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികൾക്ക് സിവിക് സെൻസ് കൂടുതലാണോ കുറവാണോ? മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മലയാളികൾക്ക് സിവിക് സെൻസ് കൂടുതലുണ്ട്, സംശയമില്ല, ഒരു സംശയമില്ല. കാരണം നമ്മളുടെ നാട്ടിലൂടെ, നമ്മളുടെ റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ, നമ്മളുടെ പൊതുവഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ, നമ്മുടെ റെസ്റ്റോറൻറ്റുകളിൽ ചെല്ലുമ്പോൾ
നമ്മുടെ തിയേറ്ററുകളിൽ, നമ്മളുടെ ജനം കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ആ വ്യത്യാസം പ്രകടമാണ്. എന്നാൽ കേരളത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത് ലോക നിലവാരമുള്ളൊരു സ്ഥലം എന്നുള്ള മട്ടിലാണ്. ലോക നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ലോക നിലവാരമുള്ള വിദ്യാഭ്യാസം, ലോക നിലവാരമുള്ള ആശുപത്രി, മെഡിക്കൽ ഫെസിലിറ്റി, ലോക നിലവാരമുള്ള ജനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ നിലവാരവുമായിട്ട് അതിനെ താരതമ്യപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. അവിടെ നമ്മളുടെ താരതമ്യം പോകേണ്ടത് ലോക നിലവാരത്തിൽ തന്നെയായിരിക്കണം. ആ ലോക നിലവാരത്തിൽ നമ്മുടെ സിവിക് സെൻസ് എത്തിയിട്ടുണ്ടെന്ന് പറയാൻ കഴിയുകയുമില്ല. സാറ് നേരത്തെ പറഞ്ഞു മലയാളിക്ക് ഉപദേശം ആവശ്യമില്ലെന്ന്. ശരിക്കും മലയാളിക്ക് ആവശ്യമുള്ളത് എന്താണ്? മലയാളിക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വേണ്ടതെല്ലാം ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ ജില്ലയിലും 8ഉം 10ഉം ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പല പല വിഭാഗങ്ങളായിട്ടുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. യുവജനങ്ങളുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മുതൽ എല്ലാ ലിറ്ററേച്ചർ ഫെസ്റ്റിവലും. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് മലയാളിക്ക് ആവശ്യമുള്ളത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളാണ്. താമസിയാതെ മലയാളിക്ക് ലോകയാത്രകൾ ആവശ്യമായിട്ട് വരും. കാരണം മനുഷ്യർ യാത്ര ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കമ്പൽ ചെയ്യുന്നത്, സഞ്ചാരത്തിൻ്റെയും സഫാരിയുടെയും ഒക്കെ പ്രേക്ഷകർ നിരന്തരം എന്നോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ഞങ്ങളെ TV കാണിച്ചത് നിർത്തിനി, ഇനി നിങ്ങൾ ഞങ്ങളെയും കൂടെ കൊണ്ടുപോകൂ എന്നാണ്. അപ്പോൾ അടുത്ത ഘട്ടത്തിൽ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഞങ്ങൾക്കും ലോകം എന്തെന്ന് അറിയണം, അനുഭവിക്കണം, അവിടേക്ക് പോകണം എന്നുള്ള ചിന്തയുണ്ടാവും. അപ്പോൾ മലയാളിക്ക് ഇനി വേണ്ടത് ലോകയാത്രകളുടെ അനുഭവങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എക്സ്ക്യൂസ് മീ സർ, ഞാൻ എൻ്റെ സുഹൃത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് സാറിനോടാണ്. ഭിന്നശേഷി മേഖലയിൽ കേരളം നമ്പർ 1 ആണ് എന്നാണ് പറയുന്നത്. ഇതിനെപ്പറ്റി ലോകസഞ്ചാരി എന്ന നിലയിൽ അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ് എന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് അങ്ങോട്ട് പറയാനായി. എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളൊരു കാര്യമാണ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ലോകത്തിലെ നമ്പർ 1 അല്ല നമ്മൾ. അത് സത്യമാണ്. കാരണം നമ്മൾ വികസിതമായ നാടുകളിലേക്ക് എവിടെ ചെല്ലുമ്പോഴും അവിടെ ഓരോ സ്ഥലത്തും എല്ലാ കാര്യത്തിലും ഫസ്റ്റ് പ്രയോറിറ്റി ഭിന്നശേഷി അല്ലെങ്കിൽ മറ്റ് അവശതകൾ എന്തെങ്കിലുമൊക്കെയുള്ള ആളുകൾക്ക് തന്നെയാണ്. നമ്മളൊരു തിയേറ്ററിൽ ചെല്ലുമ്പോഴാവട്ടെ, നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോഴാവട്ടെ, നമ്മളൊരു മ്യൂസിയത്തിൽ ചെല്ലുമ്പോഴാവട്ടെ, ഒരു സർക്കാർ ഓഫീസിൽ ചെല്ലുമ്പോഴാവട്ടെ, ഇവിടെയൊക്കെ അവർക്ക് വേണ്ടിയുള്ള കരുതൽ വളരെ പ്രകടമായി ഈ പറഞ്ഞ വികസിത നാടുകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. അത് വളരെ സ്പഷ്ടമാണ്. ഈ അടുത്ത കാലത്തായിട്ടാണ് നമ്മളുടെ പൊതുസ്ഥലങ്ങളിൽ പോലും ഭിന്നശേഷി സൗഹൃദമായ ഫെസിലിറ്റികൾ വേണമെന്ന നിർദ്ദേശങ്ങൾ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ പോലും നമ്മൾ ഉൾപ്പെടുത്തി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊരു ഭൗതികമായ കാര്യം മാത്രമാണ്. പൊതുസമൂഹത്തിൻ്റെ മനോഭാവം മുതലുള്ള കാര്യങ്ങൾ ഇനിയും മാറേണ്ടിയിരിക്കുന്നു. പൊതുസമൂഹം എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന സമൂഹം. അപ്പോൾ നമ്മൾ ഈ വികസിത നാടുകളിലെല്ലാം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് തന്നെയാണ്. ഏത് കാര്യത്തിലും, ഒരു പൊതുസ്ഥലത്ത്, പൊതുപരിപാടിയിലൊക്കെ തന്നെ അവരെ മാറ്റി നിർത്തുന്നില്ല. അവർക്കൊരു അസൗകര്യം ഉണ്ടാകുന്നില്ലെന്ന് അവർ ഉറപ്പുവരുത്തുന്നു. നിങ്ങൾക്കറിയാം, ഒരു വിമാനത്തിലേക്ക് യാത്രക്കാരനായിട്ട് കയറുകയാണെങ്കിൽ ആദ്യം കയറ്റുന്നത് ആരെയാണ്? അല്ലെ, അസിസ്റ്റൻസ് ആവശ്യമുള്ള ആളുകളെയാണ് ആദ്യം കയറ്റുന്നത്. അവർ കയറി അവരെ സ്വസ്ഥമായിട്ട് ഇരുന്നെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഫസ്റ്റ് ക്ലാസ്സുകാരനെയും ബിസിനസ് ക്ലാസ്സുകാരനെയും ആ വിമാനത്തിൽ കയറ്റുകയുള്ളൂ. ഇൻ്റർനാഷണൽ ട്രാവലിൽ പോലും അതാണ് അതിൻ്റെ സ്ഥിതി. എന്നാൽ നമ്മളുടെ പൊതുഗതാഗത സംവിധാനങ്ങളിൽ, നമ്മുടെ ട്രെയിനുകളിൽ, നമ്മുടെ ബസ്സുകളിൽ എന്താണ് ആ സ്ഥിതി? അപ്പോൾ നമുക്കറിയാമല്ലോ. അപ്പം ആ അഭിമാനത്തിന് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭിന്നശേഷി സൗഹൃദമായ രീതിയിൽ ഇനിയും നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. സന്തോഷ് സാർ ഈ പറഞ്ഞ പോലെ മലയാളിയെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുകയും പഠിപ്പിക്കുകയും തോന്നിപ്പിക്കുകയും ഒക്കെ ചെയ്ത കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സംശയമില്ല. പക്ഷെ എൻ്റെ ചോദ്യം വേറൊന്നാണ്. സാറിൻ്റെ ചാനലിലുള്ള ഈ ചരിത്രം എന്നിലൂടെ എന്നുള്ള ആ ഒരു പ്രോഗ്രാം, അത് സാറ് ഈ പറഞ്ഞ പോലെ പല മേഖലകളിൽ വർക്ക് ചെയ്ത ആൾക്കാർ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ അവരവരുടെ ജീവിതം പറയുന്നു. അത് സാറ് ഡോക്യുമെൻ്റ് ചെയ്ത്, വീഡിയോ ഡോക്യുമെൻ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ ഈ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടെന്ന് അറിയാതിരുന്ന ആൾക്കാർ, ഡെന്നിസ് ജോസഫിനെ പോലെ, ജോൺ പോളിനെ പോലെ, അവരുടെ ജീവിതത്തിൻ്റെ അന്ത്യഘട്ടത്തിലാണ് അവർ ശരിക്കും പറഞ്ഞാൽ മലയാളി നന്നായിട്ട് അറിഞ്ഞത്. ഒരു ബ്രോഡ് ഇൻട്രഡക്ഷൻ ഉണ്ടായത് ഈ സഫാരിയിലെ ചരിത്രം എന്നിലൂടെ എന്നുള്ള പ്രോഗ്രാമിൽ കൂടെയാണ്. അപ്പോൾ സാറിന് എങ്ങനെയാണ് ഈ ഒരു തോട്ട് ആ പ്രോഗ്രാമിലോട്ട് എങ്ങനെയാണ് സാർ എത്തിയത്? അതായത് പ്യുവർ യാത്രയെന്ന് ചരിത്രത്തിലേക്ക് ഒരു യാത്രയിലോട്ട് സാർ എങ്ങനെയാണ് അതിന് ഇത് ചെയ്തത്? ഞാൻ ടെലിവിഷൻ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തയാണത്.
കാരണം നമുക്കറിയാം സിനിമ കണ്ടുപിടിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത് പ്രചാരം നേടുന്നത് 1900 ആദ്യ ദശകങ്ങളിലാണ്. ആ സിനിമ അപ്പോൾ തന്നെ ഇന്ത്യയിലേക്കും വരികയുണ്ടായി. പക്ഷേ ആ കാലഘട്ടത്തിൽ സിനിമാറ്റോഗ്രാഫി എന്ന ടെക്നോളജി കണ്ടുപിടിച്ചെങ്കിലും ഇന്ത്യയിൽ ജീവിച്ചിരുന്ന 1910 ശേഷം ജീവിച്ചിരുന്ന എത്ര മഹാരഥന്മാരുടെ ആവശ്യത്തിന് വീഡിയോ ഫുട്ടേജ് അല്ലെങ്കിൽ ഫിലിം ഫുട്ടേജ് എടുത്തു വെക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെയും അങ്ങനെ ചില ദേശീയ നേതാക്കന്മാരുടേതുമുണ്ട്. കേരളത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരു അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് സിനിമ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിം ഫുട്ടേജ് നമുക്ക് കിട്ടാനില്ല. അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒക്കെ അപൂർവം ഫുട്ടേജേ ഉള്ളൂ. അപ്പോൾ സഫാരിയിൽ പല പരിപാടികളും സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുമ്പോൾ പോലും നമ്മൾ കണ്ടെത്തിയ ഒരു പ്രശ്നം, വലിയ പ്രതിഭാശാലികളായ ജീവിച്ചിരുന്ന മഹാരഥന്മാരുടെ പോലും ആവശ്യത്തിന് ചരിത്രം, അവരുടെ ദൃശ്യങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തി വെക്കുന്നതിൽ നമ്മൾ വളരെ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അതോടൊപ്പം ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയും വ്യത്യസ്തമായ ഗംഭീരമായ ജീവിതാനുഭവങ്ങളും കഥകളുമായി ജീവിക്കുന്ന ഒരാളാണ്. ഉദാഹരണത്തിന് ഒരു 40 വർഷം ഗൾഫിലെ സൗദി അറേബ്യയിലെ ഒരു വിദൂര ഗ്രാമത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ, അയാൾക്ക് തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അയാളുടെ ജീവിതം വൃത്തിയായിട്ട് പറയാനും എഴുതാനും അറിയുമെങ്കിൽ എന്തെല്ലാം അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ കഴിയും. പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഒരാളും പോലീസിൽ ജോലി ചെയ്യുന്നയാളും ഫയർഫോഴ്സിൽ ജോലി ചെയ്യുന്നയാളും നല്ലൊരു അധ്യാപകനായി ജോലി ചെയ്തയാൾക്കും ഒരു റെസ്റ്റോറൻറ്റിലെ വെയിറ്ററായി ജോലി ചെയ്തയാൾക്കും ഒരു സാധാരണ ലോഡ്ജിലെ റൂം ബോയ് ആയി ജോലി ചെയ്തയാൾക്കുമൊക്കെ അയാളുടെ ജീവിതകാലത്തെ കഥകൾ ഇങ്ങനെ എടുത്താൽ എത്ര കഥകൾ പറയാനുണ്ടാവും? ഒരു ലോഡ്ജിലെ റൂം ബോയ്ക്ക് എത്ര പേരുടെ ജീവിത കഥകൾ പറയാനുണ്ടാവും? ഈ ചിന്തയിൽ നിന്നാണ് ഞാൻ തീരുമാനിച്ചത്, ഒരു എപ്പിസോഡിൽ അല്ലെ അരമണിക്കൂറിൽ തീരുന്ന അഭിമുഖങ്ങൾക്ക് പകരം ഒരു മനുഷ്യൻ വന്നിരുന്ന അയാളുടെ ജീവിതത്തിൻ്റെ കഥകൾ മുഴുവൻ ഏതാനും എപ്പിസോഡുകളായി പറയുകയും അത് സത്യസന്ധമായിട്ട് തുറന്നു പറയുകയും ചെയ്താൽ, മറ്റൊരു അഭിമുഖകാരൻ്റെ പോലും ഇടപെടലില്ലാതെ അങ്ങേര് പറഞ്ഞാൽ അത് മനോഹരമായ ഒരു ഡോക്യുമെൻറ്റേഷൻ ആകുമെന്ന ചിന്തയിൽ നിന്നാണ് ചരിത്രമിലൂടെ എന്ന പരിപാടി തുടങ്ങിയത്. അത് തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തങ്ങളായ വ്യക്തികളെ, വളരെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഏതാണ്ട് 4500-5000-ഓളം എപ്പിസോഡുകളായി ഈ പരിപാടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ആളുകൾ, ഏതാണ്ട് 400-ഓളം ആളുകൾ ഇതിനോടകം ഈ പരിപാടിയിൽ വന്നു കഴിഞ്ഞു. അവരൊക്കെ ഒരു കാര്യം ഉറപ്പിച്ച്, ഞാൻ അവിടെ വരുമ്പോൾ അവരുടെ ഈ പരിപാടി എല്ലാം ഷൂട്ട് ചെയ്യുമ്പോൾ ആ പരിപാടിയിൽ വന്ന ഒരു വ്യക്തിയും ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ അലിയാർ സാറ്. സഫാരിയിലെ പല പരിപാടികളുടെയും ശബ്ദം അലിയാർ സാറിൻ്റെതാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. സഫാരിയിലെ മാത്രമല്ല, കേരളത്തിൻ്റെ ശബ്ദമാണ് ഇന്നിപ്പോൾ അലിയാർ സാറിൻ്റെ ശബ്ദം. അപ്പോൾ അലിയാർ സാറിനൊക്കെ അറിയാം, ആ പരിപാടി 20 എപ്പിസോഡാണ് ഒരു പരിപാടി എങ്കിൽ, ഒരാളുടെ ജീവിത കഥ പറയുന്നത്, അല്ലെങ്കിൽ 10 എപ്പിസോഡാണെങ്കിൽ, അല്ലെങ്കിൽ 5 എപ്പിസോഡാണെങ്കിലും ആ പരിപാടി ഷൂട്ട് ചെയ്യുമ്പോൾ ആ ക്യാമറയ്ക്ക് പിന്നിൽ എത്ര തിരക്കുണ്ടെങ്കിലും ഞാനുണ്ടാവും. ഞാൻ വിദേശയാത്ര ഇല്ലാതെ നാട്ടിൽ വരുന്ന സമയത്താണ് ആളുകളെ വിളിച്ചിരുത്തി ആ കഥ പറയിക്കുന്നത്. കാരണം എനിക്കറിയാം, ഇപ്പോൾ അലിയാർ സാർ പോലും അവിടെ വന്നു ഇരുന്ന് അരമണിക്കൂർ പറഞ്ഞു കഴിയുമ്പോൾ സാറ് പറയും, സന്തോഷം നമുക്കിനി ഇന്ന് മതി, നാളെ ആകാം. അല്ലെങ്കിൽ 2 മണിക്കൂർ എടുത്തു കഴിഞ്ഞ ആൾ പറയും, നമുക്കിത് പോരേ കഥ. അപ്പോൾ അവിടെ എനിക്കറിയാം, ജൂനിയർ പ്രൊഡ്യൂസർമാരെ അവിടെ ഇരുത്തിയാൽ അവരെ വെട്ടിച്ച് പറ്റിച്ച് ഇവരൊക്കെ മുങ്ങിക്കളയുമെന്ന്. അതുകൊണ്ട് ഞാൻ തന്നെ ക്യാമറയുടെ പുറകിലിരിക്കും. ഇല്ല സാറേ, കഥയൊന്നും ആയിട്ടില്ല, സാറിൻ്റെ ശരിയായ കഥ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, ആ മെറ്റേ കഥയും കൂടെ പറ. ഇങ്ങനെ പറഞ്ഞ് പറയിച്ച് കഥ മുഴുവൻ ഊറ്റിയെടുക്കുന്ന ഒരു പ്രോസസ്സ് അവിടെയുണ്ട്. ഇതൊന്നും സ്വാഭാവികമായിട്ട് ആളുകൾ വന്ന് ഇതെല്ലാം ഓർത്ത് പറയുന്നതല്ല. പല റീടേക്കുകളുണ്ട്, വീണ്ടും ആലോചിച്ച് തെറ്റിപ്പോയത് തിരുത്തി പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അവർ തന്നെ അഭിമാനത്തോടെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഡെന്നീസ് ജോസഫിൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, അദ്ദേഹം മരിച്ചതിന് ശേഷം, മൃതദേഹ സംസ്കാരത്തിന് ശേഷം, ആ വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഈ മൃതദേഹ സംസ്കാരം കോവിഡിൻ്റെ മൂർധന്യത്തിലാണ്, അധികം ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇതറിഞ്ഞു, നിരവധി ആയിരക്കണക്കിന് ആളുകൾ സന്ദേശങ്ങൾ അയച്ചു. ഞങ്ങൾ പപ്പയ്ക്ക് വേണ്ടി ഒരേ ഒരാളോട് നന്ദി പറയാൻ വേണ്ടിയാണ് വിളിച്ചത്, അത് നിങ്ങളോടാണ്, സഫാരി ചാനലിനോടാണ്. എൻ്റെ പപ്പ ആകസ്മികമായിട്ട് മരിച്ചപ്പോൾ അദ്ദേഹത്തിന് കേരളം ഇത്രയേറെ വലിയൊരു യാത്രയപ്പ് കൊടുത്തെങ്കിൽ അതിന് ഏക കാരണം വിസ്മൃതിയിൽ ആണ്ട് കിടന്ന ആ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ കഥ ലോകത്തെ അറിയിച്ചത് സഫാരി ചാനലാണ്. അതുകൊണ്ട് നന്ദി പറയാൻ വിളിച്ചതാണെന്ന്. എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം എന്നെ വിളിക്കും ആ കുടുംബത്തിൽ നിന്ന്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റാൻ, അവരുടെ യഥാർത്ഥ കഥ മനുഷ്യരിലേക്ക് എത്തുമ്പോൾ അവരുടെ ജീവിതമല്ല മാറുന്നത്, കേൾവിക്കാരൻ്റെ ജീവിതം മാറുന്നു, അവൻ്റെ വീക്ഷണങ്ങൾ മാറുന്നു. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യർ പ്രതിഭകളായി വളർന്നത്.
അവരിന്നറിയുന്ന ആളുകളായി മാറി എന്നുള്ളൊരു കഥ പുതിയ തലമുറയ്ക്ക് പ്രചോദനമായി മാറുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പ്രചോദനം നൽകുന്ന പ്രവർത്തനങ്ങളായിരിക്കണം ഒരു ടെലിവിഷൻ ചാനൽ നടത്തേണ്ടത്. സമൂഹത്തെ നശിപ്പിക്കുന്ന, അവരെ ആത്മവിശ്വാസം കെടുത്തുന്ന, അവരെ നിരാശയിലാഴ്ത്തുന്ന, ഇവിടുത്തെ പ്രശ്നങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു മാധ്യമം കൂടി എൻ്റെ ഭാഗത്തുനിന്നൂടെ വേണ്ട എന്ന ചിന്തയിൽ നിന്നാണ് ഞാൻ സഫാരി എന്നൊരു ചാനൽ ആരംഭിച്ചത്. സാർ, എനിക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഒരു ഗ്ലോബൽ ട്രാവലർ എന്നുള്ള നിലയിൽ ഹൗ ടു ട്രാവൽ ചീപ്പ്, ഹൗ ടു ബി എ ബഡ്ജറ്റ് ട്രാവലർ, മിനിമം എക്സ്പെൻഡിച്ചർ കൊണ്ട് എങ്ങനെ മാക്സിമം നമുക്ക് യാത്ര നടത്താം? ചോദ്യം മനസ്സിലായോ? എങ്ങനെ ബഡ്ജറ്റ് ട്രാവലർ ആകാം, ഏറ്റവും കുറഞ്ഞ പൈസ കൊണ്ട് യാത്ര ചെയ്യാമെന്നാണ് ചോദ്യം. വളരെ സിമ്പിളാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു മലയാളി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് യാത്ര ചെയ്യുന്ന അതേ ചെലവിൽ ഏത് വിദേശിക്കും തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ യാത്ര ചെയ്യാൻ പറ്റില്ലേ? ഒരു എത്യോപ്യക്കാരൻ എത്യോപ്യക്കുള്ളിലൂടെ, അവിടുത്തെ ഏറ്റവും ദരിദ്രൻ എത്യോപ്യക്കുള്ളിലൂടെ സഞ്ചരിക്കുന്ന അത്രയും ചിലവല്ലേ ഞാൻ അവിടെ ചെന്നാലും എനിക്ക് യാത്രയ്ക്ക് ആവശ്യം വരുള്ളൂ. ഇതാണ് അതിൻ്റെ ലോജിക്ക്. പിന്നെ എത്യോപ്യയിൽ വരെ എത്തുന്ന ചിലവാണ്. എത്യോപ്യയിൽ വരെ എത്തുന്ന ചിലവിന് നമുക്ക് ഇന്നത്തെ കാലത്ത് നിരവധി ആപ്ലിക്കേഷൻസ് ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, സ്കൈ സ്കാനർ, കയാക്ക് എന്നൊക്കെ. ഇതിൽ കൊച്ചിയിൽ നിന്ന് അല്ലെ ബോംബെയിൽ നിന്നൊക്കെ നിങ്ങളീ പോകേണ്ട എത്യോപ്യയിലെ അഡീസ് അബബയിലേക്ക് നിങ്ങളൊരു ഡേറ്റും കൊടുത്ത്, അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞുള്ളൊരു ഡേറ്റ് കൊടുത്തിട്ടൊന്ന് സെർച്ച് ചെയ്താൽ പല വിമാന കമ്പനികൾ നിസാര പൈസയ്ക്ക് കൊണ്ടുപോകുന്നതിൻ്റെ നിരക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഏത് സീസണിലാണെന്ന് കുറച്ച് നേരം കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കാനുള്ള വൈദഗ്ധ്യം കാണിച്ചാൽ ഏതൊരു മനുഷ്യനും ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഇന്ന് എങ്ങനെ യാത്ര എന്നുള്ള വഴികൾ കിട്ടും. താമസിക്കാൻ 5 സ്റ്റാർ ഹോട്ടൽ വേണോ, അതോ ഏറ്റവും ചെറിയ നിലയ്ക്കിൽ താമസിക്കുന്ന ഹോസ്റ്റലുകളും ഹോം സ്റ്റേകളും വേണമെന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അതിനെല്ലാം ഉള്ള ആപ്ലിക്കേഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ വളരെ ചെറിയ പൈസ കൊണ്ട് നിങ്ങൾക്ക് 5 സ്റ്റാർ ട്രാവൽ നടത്തുമ്പോഴാണ് ഒരു 6-7 രാജ്യങ്ങളിലേക്കുള്ള, അല്ലെങ്കിൽ 2-3 രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് 3 ലക്ഷം 4 ലക്ഷം രൂപ മുടക്കേണ്ടി വരുന്നത്. എന്നാൽ നിങ്ങളൊരു ബജറ്റ് ട്രാവലർ ആകാൻ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. അതിനുള്ള സൈറ്റുകൾ ഇന്ന് നിരവധിയുണ്ട്. അപ്പോൾ സഫാരി ചാനലിലെ ആ യാത്രയിൽ എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ അതിൽ വന്നതെല്ലാം ഇത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ യാത്ര ചെയ്ത സാധാരണക്കാരാണ്. അവരുടെ യാത്രയുടെ അനുഭവങ്ങളാണ് പറയുന്നത്. അതിൽ കേരളത്തിൽ നിന്ന് കന്യാകുമാരി വരെ ചായ വിറ്റ് സഞ്ചരിച്ച് 5 പൈസ വീട്ടിൽ നിന്ന് കൊണ്ടാകാതെ ചായ വഴിയിൽ പൈസ തീരുമ്പോൾ അവിടെ ഒരു ചായ ഉണ്ടാക്കുന്ന വരുന്നവർക്ക് ആ ജംഗ്ഷനിൽ ചായ വിതരണം ചെയ്ത് അതിന് കിട്ടുന്ന പൈസ കൊണ്ട് അടുത്ത പട്ടണം വരെ യാത്ര ചെയ്യും. ഇങ്ങനെ യാത്ര ചെയ്ത പയ്യൻ മുതൽ സൈക്കിളിൽ കിഴക്കനേഷ്യ മുഴുവൻ കറങ്ങിയിട്ട് തിരിച്ചു വന്ന ആളെ വരെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കിഴക്കനേഷ്യ മുഴുവൻ സൈക്കിളിൽ യാത്ര ചെയ്ത് 5-6 രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് തിരിച്ചു വന്നയാൾ 10,000-12,000 രൂപയാണ് ഇവിടുന്ന് പോകുമ്പോൾ കയ്യിൽ കൊണ്ടുപോയത്. അപ്പോൾ ഏത് ബജറ്റിലും ലോകത്ത് യാത്ര ചെയ്യാൻ കഴിയും. അതിന് പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. ഇന്നത്തെ ടെക്നോളജി നമ്മൾ എല്ലാ കാര്യത്തിനും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ യാത്രയ്ക്കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ദിവസം, ഞാനതിൻ്റെ സിമ്പിൾ ലോജിക്ക് പറയാം, ദിവസം ഒരു 100 രൂപ എടുത്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയുമെങ്കിൽ, അതായത് ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങി ദിവസം ഒരു പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്ന ആൾക്ക് അത് തൽക്കാലം അതിന് അരപ്പാക്കറ്റ് ആക്കിയാൽ തന്നെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ അടുത്തുള്ള പൈസ സേവ് ചെയ്യാൻ പറ്റും. ദിവസം 4 എണ്ണം അടിക്കുന്ന ആൾ 2 എണ്ണമായിട്ട് കുറച്ചാൽ പലപ്പോഴും ആ പരിപാടി നടക്കും. അല്ലെങ്കിൽ ഒരു പെഗ് കുറച്ചാൽ ഈ പരിപാടി നടക്കുമെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അപ്പോൾ അതെങ്ങനെയാണ് ഒരു ദിവസം 100 രൂപ സേവ് ചെയ്യുക എന്നുള്ളത്, കിട്ടുന്ന പൈസയിൽ നിന്ന് 100 രൂപ സേവ് ചെയ്യുന്നതിനേക്കാൾ ഒരു 100 രൂപ കൂടുതൽ ഉണ്ടാക്കാൻ എന്ത് ചെയ്യാമെന്നൂടെ ചിന്തിച്ചാലും ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ ആവും. 100 രൂപ ഒരു ദിവസം മാറ്റി വെച്ചാൽ, അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ചാൽ, വർഷത്തിൽ ഒരു യാത്ര, ഒരു വിദേശ യാത്ര നടത്താനുള്ള സൗകര്യം ഞാൻ ഒരുക്കി തരാമെന്നുള്ള ഗ്യാരണ്ടി തരിക. സാർ നമസ്കാരം. അങ്ങയുടെ അഭിപ്രായത്തിൽ ഉപദേശിച്ചു മാറ്റേണ്ടുന്ന എന്തെല്ലാം ന്യൂനതകളാണ് ഒരു ശരാശരി മലയാളിക്കുള്ളത്? ഇതുവരെ ഞാൻ പരിക്കില്ലാതെ പോയി. ഇവിടെ കുറേ ക്യാമറകൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായല്ലോ. സൂക്ഷിച്ച് സംസാരിക്കണമെന്നതിൻ്റെ സൂചനയാണ് ഈ ക്യാമറകളൊക്കെ. അപ്പോൾ ഞാനത് എന്നേക്കാൾ നന്നായിട്ട് അറിയുന്ന ആളാണ് ആ ചോദ്യം ചോദിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കും അറിയാം എന്താണ് ഉപദേശിച്ച് നന്നാക്കേണ്ട വിഷയങ്ങൾ എന്നുള്ളതും. എന്നെക്കൊണ്ട് പറയിച്ച് നാട്ടുകാരുടെ തെറി എന്നെ മാത്രം കേൾപ്പിക്കുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ ചോദ്യം. നമസ്കാരം. ആദ്യമായിട്ട് എനിക്കൊരു നന്ദിയാണ് പറയാനുള്ളത്. പലരും സഞ്ചാരിച്ചതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടായി. പക്ഷേ ഞാൻ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത് ലേബർ ഇന്ത്യ വെച്ചിട്ടാണ്. എനിക്ക് അത്യാവശ്യം മോശമല്ലാതെ നല്ല മാർക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു നന്ദി പറയണം. അതിനപ്പുറത്തേക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാം ഭാരത സംസ്കാരം വളരെ മഹത്തായ സംസ്കാരം തന്നെയാണ്. അപ്പോൾ എൻ്റെയൊക്കെ വീട്ടിൽ കുറച്ച് പ്രായമുള്ളവരൊക്കെ പറയുന്നു, ഞാനൊക്കെ ഒരു ഷോർട്സൊക്കെ ഇട്ട് ഇറങ്ങുമ്പോൾ പറയാറുണ്ട്, നീ എന്താ വല്ല അമേരിക്കക്കാരനാണോ, നമുക്കൊരു സംസ്കാരമുണ്ട്,
ഇത് എന്നോട് പറയുന്നതല്ല, വേറൊരു സ്ത്രീയൊക്കെ ആണെങ്കിൽ അതിനെ വേറെ പല രീതിക്കും പറയാറുണ്ട്. അപ്പോൾ ഭാരത സംസ്കാരം അത്ര മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കും ഇല്ല. മറ്റ് സംസ്കാരങ്ങൾ എങ്ങനെയാണ്? അങ്ങ് പല സംസ്കാരങ്ങളിലും യാത്ര ചെയ്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് എങ്ങനെയാണ് അങ്ങയുടെ അഭിപ്രായം? ഒറ്റ വാക്കിൽ അതിൻ്റെ ഉത്തരം പറയാം. ഭാരത സംസ്കാരവും മറ്റ് സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അദ്ദേഹം പറഞ്ഞതിൽ തന്നെ എൻ്റെ ഉത്തരവുണ്ട്. ഒരു മുണ്ടുടുത്ത് ഇറങ്ങിയാൽ അത് ഭാരത സംസ്കാരവും ഷോർട്ട്സ് ഇട്ട് ഇറങ്ങിയാൽ അത് പാശ്ചാത്യ സംസ്കാരമാകും. എന്നാൽ ഈ മുണ്ട് മടക്കി കുത്തിയാലും അത് ഭാരത സംസ്കാരമായിട്ട് തന്നെ തുടരും. പുറത്ത് കാണുന്ന ശരീരഭാഗം തുല്യമാണ് രണ്ടിനും. ഞാൻ മെർച്ചൻ്റ് നേവിയിലെ സെക്കൻഡ് ഓഫീസറാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കാരണക്കാരൻ സാറിൻ്റെ വീഡിയോസ് തന്നെയായിരുന്നു. സഞ്ചാരം വീഡിയോസ് കണ്ട് ഒരുപാട് ഭ്രമിച്ചിട്ട് ഞാൻ മെർച്ചൻ്റ് നേവി ജോയിൻ ചെയ്തു. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. രണ്ടാമത് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ഉപദേശമാണ്. ഒരു രാജ്യത്തോ അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലത്തോ പോയിട്ട് എങ്ങനെ നമുക്ക് എത്ര നന്നായി ആസ്വദിക്കാൻ പറ്റും, അതിൻ്റെ എന്തെങ്കിലും ഒരു 2-3 പോയിന്റ്സ്. അങ്ങനെ നമ്മൾ പോകുന്ന ഉദ്ദേശം എന്ത് എന്നതിനെ ആശ്രയിച്ചാണ്. ഏറ്റവും നന്നായിട്ട് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ എങ്ങനെ ആസ്വദിക്കാമെന്നത് നമ്മുടെ യാത്രയുടെ ഉദ്ദേശം പോലെയായിരിക്കും. ഇപ്പോൾ കേരളത്തിൽ നിന്ന് വിദേശയാത്ര തുടങ്ങുന്ന ആളുകൾ ആദ്യം യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്നേതാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവോ? വിദേശ രാജ്യത്തേക്ക് തായ്ലൻഡാണ്. അപ്പോൾ ചോദിച്ചയാളുടെ മനോഭാവം ആശ്രയിച്ചിട്ടല്ലേ എനിക്കതിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് തായ്ലൻഡിനെ ഏറ്റവും ഭംഗിയായി പോയി ആസ്വദിക്കാമെന്ന്? തായ്ലൻഡിൻ്റെ മലനിരകൾ ആസ്വദിക്കാനാണോ നിങ്ങൾ പോകുന്നത്? അവിടുത്തെ ഇളങ്കാട് ആസ്വദിക്കാനാണോ പോകുന്നത്? അവിടുത്തെ സംസ്കാരം ആസ്വദിക്കാനാണോ പോകുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമുക്കിത് എങ്ങനെ ആസ്വദിക്കണമെന്ന് പറഞ്ഞു തരാൻ. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സഞ്ചാരത്തിൽ പ്രേക്ഷകരുടെ അഭിലാഷങ്ങൾ കൂടി ക്യാരി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നത് എൻ്റെ ആദ്യകാല യാത്രകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഒരു നാടിൻ്റെ ഉൾനാടുകളിലെ ജീവിതം, ഗ്രാമീണ ജീവിതം, സാധാരണക്കാരെങ്ങനെ ജീവിക്കുന്നു, അവരെങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, അവരെങ്ങനെ ജോലി ചെയ്യുന്നു, അതിനെന്ത് പ്രതിഫലം കിട്ടുന്നു, അതുകൊണ്ട് അവരുടെ ജീവിതം, കുടുംബം എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നൊക്കെയുള്ള ഉള്ളിലെ കാഴ്ചകൾ കൂടി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം ഒരു നാടിൻ്റെ സംസ്കാരവും ജീവിതവും അറിയൽ കൂടിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ എയർപോർട്ടിൽ ചെന്നിറങ്ങിയാൽ പിന്നെ ആ നാട്ടുകാരെ പോലെ സഞ്ചരിച്ച് തുടങ്ങുക. ആ നാട്ടിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അവിടെ ഹോം സ്റ്റേകളിൽ പോയി താമസിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബന്ധങ്ങളുണ്ടാവും. ആ ഹോം സ്റ്റേയുടെ ഉടമ സാധാരണക്കാരനായ ഒരു നാട്ടുകാരനായിരിക്കും. അയാളുടെ ബന്ധങ്ങൾ, അയാളുടെ ബന്ധുക്കൾ, അയാളുടെ സുഹൃത്തുക്കൾ, അയാൾ വഴിയുള്ള നെറ്റ്വർക്കുകൾ നമുക്ക് ആ രാജ്യത്ത് നിന്ന് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. ഇന്ന് ഭാഷ ഒരു പ്രശ്നമല്ലെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യരിലേക്ക് ചെന്ന് ചിത്രീകരിക്കുക എന്നുള്ളത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു 4 ദിവസത്തേക്ക് 5 ദിവസത്തേക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഷൂട്ട് ചെയ്യാനാണ് ചെല്ലുന്നതെന്ന് അറിയുമ്പോൾ ഇവരുടെ സ്വഭാവം മാറും. എന്നാൽ ഒരു സാധാരണ സഞ്ചാരിയായിട്ട് ചെന്ന് കഴിയുമ്പോൾ അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മളെ ഗ്രാമങ്ങൾ സ്വീകരിക്കും. നമുക്ക് വേണ്ട പരിചരണം, സ്നേഹം, സാധാരണ നമ്മുടെ ഗ്രാമത്തിൽ കിട്ടുന്ന അതിഥിദേവോ ഭവ എന്ന ആ ഒരു വിശ്വാസവും ചിന്തയും പ്രവർത്തനവും ഈ പറഞ്ഞ പല നാടുകളിലും നമ്മളെക്കാൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് അനുഭവിക്കാനും കഴിയും. ഹായ് സാർ, എൻ്റെ പേര് ശ്രേയ. എൻ്റെ അച്ഛൻ സാറിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഫാനാണ്. സോ സാറിനെ കണ്ടതിൽ സന്തോഷം. എൻ്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ട്രാവൽ ചെയ്യണതും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണതും എല്ലാവരുടെ ഒരു ആഗ്രഹമാണ്. പക്ഷേ ഇപ്പോഴും കുറേ പെൺകുട്ടികൾക്ക് അത് സ്റ്റിൽ ഒരു ഡ്രീമാണ്. കാരണം വുമൺ സേഫ്റ്റി ഈസ് ഓൾവേസ് എ കൺസേൺ. സോ അതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താ? ആൻഡ് സാറ് കണ്ടതിൽ വെച്ച് ഒരു സേഫായിട്ട് തോന്നിയൊരു സ്ഥലം ഏതാ? പാരൻസിന് ഇതിനെപ്പറ്റി കൊടുക്കാൻ പറ്റിയൊരു ഉപദേശവും കൂടെ. ഈ ആദ്യം പറഞ്ഞു തുടങ്ങിയ സെൻറ്റൻസ് കേട്ടിട്ടുണ്ടാവും, എൻ്റെ അച്ഛൻ സാറിൻ്റെ ഒരു ആരാധകനാണെന്ന്. ഞാൻ കണ്ടുമുട്ടിയ 90% ആളുകൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് എൻ്റെ മുത്തച്ഛൻ താങ്കളുടെ ആരാധകനാണ്, എൻ്റെ അച്ഛൻ ആരാധകനാണ്, എൻ്റെ ഭർത്താവ് ആരാധകനാണെന്നൊക്കെയാണ്. ഈ കണ്ടുമുട്ടിയ ഒരാളും എൻ്റെ ആരാധകനല്ല എന്നുള്ള ദുഃഖം എന്നെ വല്ലാണ്ട് വേട്ടയാടുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം, പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റുന്ന സാഹചര്യം എപ്പോൾ ഉണ്ടാവുന്നതാണ്? സഫാരി ചാനലൊന്ന് കൃത്യമായിട്ട് റെഗുലറായിട്ട് കണ്ടാൽ അതിനകത്ത് പകുതിയിലധികവും പെൺകുട്ടികളാണ് വന്ന് കഥ പറഞ്ഞിട്ടുള്ളത്. അതിൽ ലക്ഷ്മി എന്നൊരു പെൺകുട്ടി ഒരു ബുള്ളറ്റുമായിട്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ട് വന്ന കഥ പറഞ്ഞു. ഉൾഗ്രാമങ്ങളിലെ വീടുകളിൽ പോയി താമസിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടറിഞ്ഞ് ലഡാക്ക് വരെ പോയി ഇന്ത്യയുടെ മറ്റൊരു ഭാഗത്തൂടെ കറങ്ങി തിരിച്ചു വന്ന ഒരാൾ. അപ്പോൾ ലോകത്ത് ഇന്ത്യയിൽ നിങ്ങളീ പറഞ്ഞ ഇത്രയേറെ വൈവിധ്യങ്ങളുടെ, ഇത്രയേറെ വ്യത്യസ്തതകളുള്ള ഒരു നാട്ടിൽ സുരക്ഷിതമായി ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ട് വരാമെങ്കിൽ ലോകത്തെവിടെയും ഒരുമാതിരിപ്പെട്ട ഒരു 50% രാജ്യങ്ങളിലും നിങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാം. ഞാൻ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ള എൻ്റെ സഹയാത്രികരായി അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുപിട്ടിട്ടുള്ള പെൺകുട്ടികൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരെയാണ് ധാരാളം ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ളത്. അവർ പലപ്പോഴും ചിലപ്പോൾ കൂടെ ഒരു കൂട്ടുകാരി ചിലപ്പോൾ ഉണ്ടായേക്കാം. അങ്ങനെ
ലോകം മുഴുവൻ സഞ്ചരിക്കാവുന്ന ഒരു സാധ്യതയിലേക്ക് ഇന്ന് മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ, അതിന് റേഞ്ച് ഉണ്ടെങ്കിൽ, അതിൽ നിങ്ങൾക്ക് വൈഫൈ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിഗ്നൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആണെന്നുള്ള സ്ഥിതിയിലേക്ക് ഇന്ന് ലോകം മാറിക്കഴിഞ്ഞു. അത്രയേറെ മാറ്റം വന്നു കഴിഞ്ഞു. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. ഒരൊറ്റ യാത്ര എവിടേക്കെങ്കിലും ഒന്ന് പോയി നോക്കിയേ, രണ്ടും കൽപ്പിച്ച്, പിന്നെ നിങ്ങളൊന്ന് വീട്ടിൽ നിൽക്കുകയില്ല. സർ നമസ്കാരം, എൻ്റെ പേര് ദയ. എൻ്റെ 80 വയസ്സോളം പ്രായമുള്ള അമ്മമ്മ ഏറ്റവും കൂടുതൽ TV ഞാൻ മുമ്പേ പറഞ്ഞേ. അതെ, സഞ്ചാരം കാണാനാണ്. ബാക്കി ആ പ്രായത്തിലുള്ളവർ ഭക്തി ചാനലുകളും അല്ലെങ്കിൽ സീരിയലുകളും ഒക്കെ കാണുന്ന സമയത്ത്. അപ്പോൾ സാർ പറഞ്ഞു നേരത്തെ മലയാളികളിൽ ട്രാവൽ ചെയ്യാനുള്ള ഒരു കൊതി ഉണ്ടാക്കാൻ സാധിച്ചതിനെ പറ്റി. അപ്പോൾ സാർ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ കൊതി ഉണ്ടാക്കാൻ മാത്രമാണോ അതോ ഇതേപോലെ എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവശതയോ വാർദ്ധക്യമോ ഒക്കെ ഉള്ളതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് കാണിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണോ സ്റ്റാർട്ട് ചെയ്തത്? എങ്ങനെയായിരുന്നു? വേറെ ഇല്ല, അങ്ങനെയുള്ള ദുരുദ്ദേശം ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. സഞ്ചാരം ആരംഭിക്കുമ്പോൾ ഒരൊറ്റ ലക്ഷ്യം എനിക്കുണ്ടായിരുന്നുള്ളൂ. കേരളത്തിലെ അല്ലെങ്കിൽ ടെലിവിഷൻ എന്ന മാധ്യമത്തിന് വേണ്ടിയാണ് ഞാൻ സ്വപ്നം കണ്ടതെല്ലാം. ടെലിവിഷനിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പഠിച്ചത്. എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ പോലും മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസമായിരുന്നു. അതിൽ വിഷ്വൽ മീഡിയയാണ് ഞാൻ പ്രത്യേകമായി ഫോക്കസ് ചെയ്ത് പഠിച്ചത്. അത് കഴിഞ്ഞ് ഇറങ്ങിയതും ടെലിവിഷനിലെ പ്രവർത്തനവുമായിട്ടാണ്. പക്ഷേ ഒരു 2-3 വർഷം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ടെലിവിഷൻ ഡോക്യുമെൻ്ററികളുടെയും സീരിയലുകളുടെയും ടെലിഫിലിമുകളുടെയും ന്യൂസിൻ്റെയും നിരന്തരമായ ഈ ഒഴുക്കിൻ്റെയും ഇടയ്ക്ക് എനിക്ക് പ്രത്യേകിച്ചൊന്നും അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് സമൂഹത്തിൽ അല്ലെങ്കിൽ ആ സംവിധാനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന ഒന്നാകണമെങ്കിൽ ഞാൻ വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു പരിപാടി കേരള സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കണം, എൻ്റെ പ്രേക്ഷക സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കണം. അതിനെന്തു വേണമെന്ന ഒരു ദീർഘകാലം ഒരു ധ്യാനം പോലെ മാറി നിന്ന് ചിന്തിക്കുകയും വായനയുടെ ഒരു ലോകത്തിരിക്കുകയൊക്കെ ചെയ്തപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരാശയമാണ്. എന്നെ ബാല്യകാലത്തും എല്ലാ കാലത്തും കേരള സമൂഹത്തെയാകെയും സ്വാധീനിച്ച പ്രമുഖനായ എഴുത്തുകാരൻ, സഞ്ചാരി SK പൊറ്റക്കാട് അക്ഷരങ്ങളിലൂടെ നമ്മളെ ഈ ലോകം കാണിച്ചെങ്കിൽ ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എന്തുകൊണ്ടത് ദൃശ്യമാധ്യമത്തിലൂടെ, ദൃശ്യങ്ങളിലൂടെ കാണിച്ചുകൂടാ? അതിന് പല തടസ്സങ്ങളും അന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടായിരുന്നു. ഇത്രയും വലിയ ക്യാമറയുമായിട്ട് ഒരു ക്രൂവുമായിട്ടൊക്കെ പോക്ക് നടക്കുമോ, ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ഇരുന്ന് ചിന്തിച്ച് ഓരോരോ സൊല്യൂഷൻസ് ഉണ്ടാക്കി ഒരു ദിവസം സഞ്ചാര സാധ്യമാകുമായിരുന്നു. അപ്പം യാത്ര തുടങ്ങുമ്പോൾ എൻ്റെ ഉദ്ദേശം ദൃശ്യമാധ്യമത്തിലൂടെ മനുഷ്യനെല്ലാം സ്വന്തം വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഇരിക്കുന്നിടത്തിരുന്ന് ലോകത്തിലെ ഏത് നാടും കാണാനും അനുഭവിക്കാനും കഴിയുന്ന ഒരു ദൃശ്യമാധ്യമ സംസ്കാരം സൃഷ്ടിക്കുക, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷെ പിന്നീട് വന്നതൊക്കെ സ്വാഭാവികമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നതാണ്. പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്ക് ലോകത്തെക്കുറിച്ച് അവർക്ക് വ്യത്യസ്തമായൊരു വീക്ഷണമുണ്ട് ചെറുപ്പക്കാർക്കുള്ളതിനേക്കാൾ. കാരണം അവർ കാലഘട്ടങ്ങളെ പലതും കണ്ടു. ഈ കാലഘട്ടങ്ങളെ കാണുമ്പോൾ ഈ 80 വയസ്സായ മുത്തശ്ശിയുടെ കാര്യം പറഞ്ഞത്, മുത്തശ്ശി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ കാലം ഓർമ്മയുണ്ട്, ഇവിടെ പട്ടിണി ഉണ്ടായിരുന്നൊരു കാലം ഓർമ്മയുണ്ട്, ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ചുഴലിക്കൊടും കാറ്റടിച്ചു, ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞ് ഭിക്ഷ തേടി ആളുകൾ കയറി വന്നിരുന്നൊരു കാലം ഓർമ്മയുണ്ട്. കേരളത്തിൽ തന്നെ പലവിധ വിപ്ലവങ്ങളും സമരങ്ങളും നടന്ന കാലങ്ങൾ ഓർമ്മയുണ്ട്. നക്സലിസം ഉണ്ടായിരുന്ന കാലം ഓർമ്മയുണ്ട്. ഇത്തരം കാലങ്ങളുടെ എല്ലാ ഓർമ്മ മനസ്സിലുള്ള ഒരാൾക്ക് നക്സൽബാരി എന്ന ഗ്രാമത്തിലൂടെ ഞാൻ സഞ്ചാരം നടത്തുമ്പോൾ അവരെ റിക്കളക്ട് ചെയ്യിക്കുന്ന, അവരെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന ഒത്തിരി സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് മുതിർന്ന ആളുകൾക്ക് സഞ്ചാരം കൂടുതൽ ഇഷ്ടമാകുന്നത്. കാരണം അവരുടെ ജീവിതാനുഭവങ്ങളിൽ, അവരെ ജീവിതകാലത്ത് എന്തെങ്കിലുമൊക്കെ വായിച്ച വാർത്തകൾ, കേട്ട സംഭവങ്ങളൊക്കെ, അത് നടന്ന സ്ഥലം, അത് യഥാർത്ഥത്തിൽ സംഭവിച്ച വ്യക്തികളെയൊക്കെ ഈ ചാനൽ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ കൗതുകം ഉണ്ടാകുന്നു. ഇതൊന്നും കേട്ടിട്ടില്ലാത്തവർക്ക് ഇതിൽ പലതിലും വലിയ കൗതുകം തോന്നാറുമില്ല. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് അത്ര ഇഷ്ടമില്ലാതെ പോകാനും കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മുതിർന്നവരെ ലക്ഷ്യം വെച്ച് തുടങ്ങിയൊരു ചാനലല്ല. ഞാൻ ലക്ഷ്യം വെച്ചത് നിങ്ങളെയൊക്കെ തന്നെയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നിങ്ങളുടെ മുത്തശ്ശിയായിപ്പോയി കൊണ്ടത്. ഞാൻ ഒരു ചോദ്യം ഞാനും കൂടി ചോദിച്ചോട്ടെ. രണ്ടുപേരോടും കൂടിയാണ്. നമ്മളിപ്പോൾ ഒരു സോളോ യാത്ര ചെയ്യും, അതുപോലെ തന്നെ ഒന്നിലധികം ആളുകളുടെ കൂടെ യാത്ര ചെയ്യും. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പാനിയനെ, യാത്രാ കമ്പാനിയനെ നിങ്ങൾ രണ്ടുപേരും ചൂസ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? ഞാൻ ചൂസ് ചെയ്യുന്നത് കമ്പാനിയനെ ഇല്ലാത്ത യാത്രകളിലാണ്. കാരണം എൻ്റെ ജോലിയുടെ ഒരു പ്രത്യേകത കൊണ്ടും, കാരണം ഇതെല്ലാം ഷൂട്ട് ചെയ്യണം, അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു താളത്തിൽ, ഇഷ്ടമുള്ള ടൈം ടേബിളിൽ, ഇഷ്ടമുള്ള സമയത്ത് പോകണം. അപ്പോൾ ഒരു കൂടെ പല ആളുകളും എൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ചില യാത്രകൾ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഒരാവശ്യമില്ലാത്ത സമയത്ത് അവർക്ക് വിശക്കും, എനിക്ക് ഏറ്റവും തിരക്കുള്ള സമയമൊക്കെ അവർക്ക് മൂത്രം ഒഴിക്കണം. അപ്പോൾ അതോടെ ഞാൻ തീരുമാനിച്ചു ഇതൊന്നും വേണ്ട. ചിലർക്ക് വിശ്രമിക്കണം, ചിലർക്ക് ഉറക്കം വരും, ചിലർക്ക് ഊണ് കഴിഞ്ഞാൽ ഒന്ന് മയങ്ങണം. ഇതൊന്നും നമ്മുടെ സഞ്ചാരത്തിൽ പറ്റുന്ന പണിയല്ല. ഭക്ഷണം പോലും സഞ്ചാരത്തിൽ പറ്റുന്ന നല്ലൊരു ജോലിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സഞ്ചാരം ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, സഞ്ചാരത്തിൽ
ഫുഡ് വ്ളോഗിങ് അല്ലെങ്കിൽ ഭക്ഷണം വളരെ കുറച്ചേ കാണിക്കുന്നുള്ളൂ. പലരും ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങൾ അന്യനാടുകളിലെ ഭക്ഷണം കാണിക്കാത്തത്? ഞാൻ തന്നെ അവിടെ ചെന്ന് ഭക്ഷണം ചൊവ്വേ നേരെ കാണുന്നില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങളെ കാണിക്കുക? വളരെ ചെറിയ എന്തെങ്കിലും സാൻഡ്വിച്ചോ അങ്ങനെയൊക്കെ ബാഗിലിട്ടുകൊണ്ടുള്ള ഓട്ടമാണ്. 4 ദിവസം കൊണ്ട് എങ്ങനെ പരമാവധി എപ്പിസോഡുകൾ, പരമാവധി പ്രദേശങ്ങൾ കവർ ചെയ്യാന്നുള്ളൊരു ചിന്തയിലാണ്. അതാണ് അതിൻ്റെ ഉത്തരം. പിന്നെ നിങ്ങൾ ഈ ചോദ്യം എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യരുത്. ഒരു സഞ്ചാരിയാണ്, ഭൂട്ടാൻ്റെ പുസ്തകം എഴുതിയ ആളാണ്. ഭൂട്ടാൻ്റെ കഥകൾ ഉൾപ്പെടെ ആ യാത്രയുടെ അനുഭവങ്ങൾ ചോദിക്കേണ്ട ആളാണ് ഈ അടുത്തിരിക്കുന്നത്. അതെ, മാമിൻ്റെ ഒരു യാത്ര അത് സോളോ ആണോ, കൂടുതൽ ആളുകളുടെ എങ്ങനെ ചൂസ് ചെയ്യുന്നത്, അതുകൂടി നമുക്കൊന്ന് പറഞ്ഞു തരൂ. ഞാൻ സോളോ യാത്രയുടെ ആളാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാണ് ഇഷ്ടം. ഒറ്റയ്ക്കുള്ള യാത്ര ഒരുപാട് ആസ്വദിക്കുന്ന ആളാണ്. അതിനൊരു കാരണമുണ്ട്. അദ്ദേഹം പോവാത്ത കൺട്രികൾ ഏതാന്ന് ഇപ്പം മാപ്പ് നോക്കി ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ യാത്രകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഗ്രാമങ്ങളിലൂടെ, പിന്നെ തിബത്ത്, നേപ്പാൾ, ഭൂട്ടാൻ പോലുള്ള ഗ്രാമങ്ങളിലൂടെ ഒട്ടും ഭാരമില്ലാത്ത ഒരു സെഞ്ചി തോളിൽ തൂക്കി വെറുതെ അങ്ങ് നടക്കുന്ന ഒരാളാണ്. ആ നടക്കുന്ന സമയത്ത് വഴിയിൽ ഒരു രാജുവിനെ കാണും. ആ രാജു എന്ന് ഞാൻ പറയുന്നു. രാജു അവൻ്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കുന്നു. ഞാൻ പോകുന്നു. അവിടെ മന്ത്രവാദം നടക്കുന്നുണ്ട് കുറച്ച് അപ്പുറത്തെന്ന് പറയുന്നു. ഞാൻ മന്ത്രവാദിയുടെ അടുത്തെത്തുന്നു. എൻ്റെ മേൽ മന്ത്രവാദം പ്രയോഗിക്കുന്നില്ല. അത് എനിക്ക് വളരെ ഉന്നതികളും നന്മകളൊക്കെ ഉണ്ടാകാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആരോ പറഞ്ഞു കോഴിപ്പോര് നടക്കുന്നുണ്ട്. കോഴിപ്പോരിൻ്റെ മൈതാനത്തിലേക്ക് ഞാൻ എത്തുന്നു. അപ്പോഴാണ് അറിയുന്നത് കോഴിപ്പോര് സ്ത്രീകൾ കാണില്ല എന്നുള്ളത്. അപ്പോൾ ഒരു ആവേഗം മദ്യത്തിലും മതത്തിലും ഒക്കെ ഇങ്ങനെ കൂടിക്കുഴഞ്ഞൊരു വല്ലാത്ത ആവേഗത്തിലും ആവേശത്തിലും നിൽക്കുന്ന 100 കണക്കിന് പുരുഷന്മാരുടെ ഇടയിൽ നിന്ന് കോഴിപ്പോര് കാണുന്നതിൻ്റെ ആവേശം, ഇതൊക്കെ ചിലപ്പോൾ എൻ്റെ കൂടെ വരുന്ന ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. ഞാൻ ഈ വലിയ കാഴ്ചകളൊന്നും കാണുന്നില്ല. താജ്മഹൽ കാണാൻ പോയിട്ട് ചുറ്റുമുള്ള ഗലികൾ കണ്ട് മടങ്ങി വന്നവളാണ്. അതുകൊണ്ട് സോളോ യാത്രകൾ പ്രിഫർ ചെയ്യുന്നു. പക്ഷേ എൻ്റെ പാർട്ട്ണർ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സമയമുള്ളപ്പോൾ ഒന്ന് കൈപൊക്കി ഒന്ന് കാണിക്കുമോ പാർട്ട്ണർ? അദ്ദേഹം സമയമുള്ളപ്പോൾ കൂടെ വരുന്നുണ്ട്. അതിനൊരു രസമുണ്ട്. നല്ല നല്ല ഫോട്ടോസ് എടുത്ത് തരുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹം കൂടെ വരുന്നതിൽ ചിലപ്പോഴൊക്കെ നല്ല സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടുപേരും കൂടുതൽ സോളോ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് മനസ്സിലായി. മലയാളിക്ക് ഉപദേശം ആവശ്യമുണ്ടോ എന്നുള്ള സബ്ജക്റ്റിനെ ആസ്പദമാക്കിയിട്ടായിരുന്നു ഇവിടെ സംസാരമുണ്ടായത്. ഈ 2 വ്യക്തികൾക്കും ഇനി മൊമെന്റോ കൊടുത്ത് ആദരിക്കേണ്ട സമയമാണ്. അതിനായി മിസ്റ്റർ ഡോക്ടർ ഒന്നുകൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ. എൻ്റെ അച്ഛമ്മ പറയാറുണ്ടേ, വാഴയ്ക്ക് നനച്ചപ്പോൾ ചിരിയും നനഞ്ഞു എന്ന് പറയും. ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയുടെ ലൈം ലൈറ്റിൽ ഞാനും കുറേ നേരം വെള്ളി വെളിച്ചത്തിലിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ടൊരു ചെറിയ റിക്വസ്റ്റ്. ചരിത്രപ്രസിദ്ധമായ ഷോലയിൽ ധർമ്മേന്ദ്രയുടെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ഹേ ബസന്തി തുമാരാ നാം ക്യാ ഹേ ബസന്തി. അതുപോലെ എല്ലാവരും ചേർന്ന് എന്നോട് പ്ലീസ് ഒരു ചോദ്യം ചോദിക്കൂ. നന്ദിനിയുടെ പേരെന്താണ് നന്ദിനി? പ്ലീസ് ഒരു ചോദ്യം എന്നോടും വന്നു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ചേർന്ന് ചോദിച്ചാലും മതി. ചോദിക്കൂ. എൻ്റെ പേര് നന്ദിനി എന്നാണ് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മൊമെന്റോ സമ്മാനിക്കാനായി ഡോക്ടർ PM വാര്യർ, മാനേജിംഗ് ട്രസ്റ്റി ആൻഡ് ചീഫ് ഫിസിഷ്യൻ, ആര്യവൈദ്യശാല കോട്ടക്കൽ, അദ്ദേഹത്തെ വേദിയിലേക്ക് ആദരവോടെ ക്ഷണിക്കുന്നു. ആദ്യമായി മൊമെന്റോ കൈമാറുന്നത് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്കാണ്. അടുത്തതായി ശ്രീമതി നന്ദിനി മേനോനുള്ള മൊമെന്റോ സമ്മാനിക്കുന്ന ചടങ്ങാണ്.